നമുക്കിപ്പോൾ ഒരു മെന്റലിസ്റ്റ് കൂടി ചേരുന്നുണ്ട്. മാനസികാരോഗ്യം എത്രയുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം. എന്താ പേര്? അക്ഷയ് എത്ര കാലമായിട്ട് ഈ മെന്റലിസ്റ്റ് പരിപാടി തുടങ്ങി? 24ാമത്തെ കൊല്ലം. അക്ഷയ് കൊണ്ട് അക്ഷയുടെ മെന്റലിസ്റ്റ് പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആർക്കാണ് ഇതിനകത്ത് ധൈര്യമുള്ളത്? ഇപ്പൊ പങ്കെടുത്തു ആണോ? വേണം. എന്താ പേരെന്തായിരുന്നു? രേഷ്മയും അക്ഷയും. അപ്പൊ രേഷ്മയെ അക്ഷയ് മെന്റലിസത്തിന് വിധേയമാക്കാൻ പോകുന്നു. ഇവിടെ ഇരിക്കണോ നിൽക്കണോ? നിന്നാ മതി. ഓക്കെ, വളരെ ക്വിക്കായിട്ട്. എത്ര സമയം? ചുരുങ്ങിയ സമയം. മൊബൈൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. നെറ്റ് ഒന്ന് ഓൺ ആക്കിയിട്ട് ക്രോം ഒന്ന് ഓപ്പൺ ചെയ്താ. ആവശ്യമില്ലാത്തൊക്കെ വരും. വരില്ല. ക്രിട്ടിക്കൽ സർവീസിലാണ് വർക്ക് ചെയ്യുന്ന DNS ഉറപ്പാ. ഇതേ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പം ഞങ്ങളെല്ലാം ഒരു നാട്ടുകാരായത് ഇത് സാധ്യത വളരെ കുറവാണ് വിജയിക്കാനായിട്ട്. ഒരു ട്രൈ ചെയ്യാണ് ഇതിനകത്തേക്ക്. ഇപ്പം ഞങ്ങൾ തമ്മിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഇത് എന്താ പറയുക, ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് തോന്നുന്നു ആൾക്കാർക്ക്. പകരം കുറച്ച് മുമ്പ് ഞങ്ങൾ പരിചയപ്പെട്ടാണ്. കുറച്ച് മുമ്പ് ഞങ്ങൾ റീല് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പം എനിക്ക് എന്റെ മനസ്സിൽ തോന്നുന്നൊരു കാര്യം ഞാൻ അതിട്ട് ആരും കാണാതെ രഹസ്യമായിട്ട് ഞാനൊന്ന് സെർച്ച് ചെയ്ത് വെക്കുകയാണ്. അപ്പൊ തൽക്കാലം നിങ്ങൾ ആരും ഞാൻ കാണിക്കുന്നില്ല. ജസ്റ്റ് ഇവിടേക്കൊന്ന് നിൽക്കാം. കുടുംബത്തിലാരൊക്കെ ഉണ്ട്? അച്ഛനമ്മ, ഒരു സിസ്റ്റർ ഉണ്ട്. മാരീഡ് ആണ്. താങ്കൾ മാരീഡ് ആണോ? അല്ല. എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ മൊത്തത്തിൽ? മണ്ഡലത്തിലെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള എന്താ സാധ്യത? ഇവിടെ മുകേഷിനാണോ സാധ്യത? പ്രേമേന്ദ്രനാണോ സാധ്യത? പ്രേമേന്ദ്രന് സാധ്യതയുണ്ട്. MP എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ താങ്കൾ വിലയിരുത്തുന്നു അല്ലേ? ഓക്കെ, എവിടെ സ്വദേശം? കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു. ഇത് തൽക്കാലത്തേക്ക് കയ്യിലോട്ട് തരിക. ഓക്കെ, ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഇദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടി ചേട്ടനെ കുറിച്ച് തന്നെ ഞാൻ ചോദിക്കുകയാണ്. ഇപ്പൊ ഈ നേരത്തെ എന്നോട് ചോദിച്ചു എത്ര കൊല്ലമായെന്ന് ചോദിച്ചു. ചേട്ടൻ ഈ ഫീൽഡിലോട്ട് വന്നിട്ട് എത്ര കൊല്ലമായി? മാധ്യമ പ്രവർത്തനത്തിലേക്ക് 20 വർഷമായി. ഓക്കെ, അപ്പൊ ഈ 20 വർഷങ്ങൾക്കിടയിൽ മറക്കാൻ കഴിയാത്ത ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നതാണ്. പക്ഷെ ഒട്ടും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം നടന്ന ഓപ്പൺ ചെയ്യല് ഒരു വർഷം മനസ്സിലോട്ട് ഇമാജിൻ ചെയ്യാം. ഓക്കെ, മനസ്സിലേക്ക് ജസ്റ്റ് ഇമാജിൻ. ഒന്ന് പറയാമോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? ഒട്ടും മറക്കാൻ കഴിയാത്ത ആ വർഷം ഏതാണെന്ന്? ഒട്ടും മറക്കാൻ കഴിയാത്തൊരു വർഷം. ഒരു വർഷം പറ. ഒട്ടും മറക്കാൻ കഴിയാത്തൊരു വർഷം. ഓക്കെ, പറയാം. 2015. അപ്പം ഇതെന്തായാലും 2015 എന്ന് പറയുന്ന വർഷം ഒട്ടും മറക്കാൻ കഴിയാത്തൊരു വർഷമാണെന്ന് ചേട്ടൻ തുറന്നു പറഞ്ഞു. പക്ഷെ അത് എന്താണെന്ന് കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയാൻ ഒരു താല്പര്യമുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പറയാമോ? എനിക്ക് PhD കിട്ടിയ വർഷം, എന്റെ മകൻ ജനിച്ച വർഷം. മകന്റെ പേരെന്താ? അയൺ. ഓക്കെ. അപ്പം ഏതെങ്കിലും തരത്തിൽ ഇതിന് തൊട്ട് മുമ്പായിട്ട് എന്നെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല. ഓക്കെ, കുറച്ചുകൂടെ മുന്നോട്ട് നിൽക്കാം. ഞാൻ പേര് ഞാൻ മറന്നുപോയി. എന്നെ കുറച്ച് സെർച്ച് ചെയ്തായിരിക്കും നോക്കണ്ടേ? പറഞ്ഞു. അപ്പൊ ഇത് കാണണം. 2015 വർഷം. 2015 വർഷമാണ്. അപ്പോൾ ആ വർഷമാണ് താങ്കൾ ചോദിച്ചത്. ഒരു കാര്യമുണ്ട്, ഓഡിയൻസിനോട് ഒരു കാര്യം പറയണം. ഈ മൊബൈലിൽ നമ്മൾ സംസാരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അത് കേട്ടിട്ട് അതിനെ മാത്രം സെർച്ച് ചെയ്യാനുള്ള ഒരു AI ടൂൾ ഇതുവരെ നമ്മുടെ മൊബൈലിൽ ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ കൂടി. പക്ഷെ പകരം ഒരു സൂത്രമുണ്ട്. ആ സൂത്രം സെർച്ച് ഹിസ്റ്ററിയിൽ വന്നിട്ടുള്ളതാണ്. സെർച്ച് ഹിസ്റ്ററിയിൽ അദ്ദേഹത്തിന് ഏതൊക്കെ വർഷങ്ങളുണ്ട്? ഇല്ല, ഇത് മാത്രമേ ഒറ്റ വർഷം. ജസ്റ്റ് ചെക്ക് ചെയ്ത് വെക്കാം. 2015 എന്ന വർഷം അദ്ദേഹം ഇതുവഴി ചെക്ക് ചെയ്തെടുത്തിരിക്കുന്നു. കൊള്ളാല്ലേ? സൂപ്പറാ. ഇദ്ദേഹത്തിന്റെ ഒരു കാര്യം, ഇദ്ദേഹത്തിന്റെ കുറച്ച് രഹസ്യങ്ങൾ കൂടി നമുക്ക് ചോർത്തിയെടുത്താലോ? ഇച്ചിരി എടുത്തായിരുന്നു സംഭവം. പറഞ്ഞോ പുള്ളി? ബുക്ക് വന്നിട്ട് അതിനകത്തൊരു പേജ് എടുക്കാം. ഹാപ്പിയാണ് മൊത്തത്തിൽ. ഇവിടെ പ്രേമേന്ദ്രന് ഒരു അനുകൂലമായ ഒരു തരംഗം ഉണ്ടെന്നാണ് നിങ്ങൾ ചില പറയുന്നത്. അങ്ങനെ ഉണ്ടോ? അതോ മുകേഷ് സാധ്യത ഉണ്ടോ? മുകേഷിനെ ഞങ്ങൾ തോമസ് കുട്ടി വിട്ടോടാന്ന് പറയും. ആണോ? എന്താ അവസ്ഥ? അറിയാം, പതുക്കെ കൊണ്ടറിയാം. ഇലക്ഷൻ കഴിയട്ടെ. അടുത്ത മത്സരമാണ്. സമയമായിട്ടില്ലല്ലോ സാറേ. ചൂടായി വരുന്നതേ ഉള്ളൂ. രണ്ടുപേർക്കും നല്ല അണികളുള്ള ഒരു മണ്ഡലം തന്നെയാണ്. ഒരു വികസനം ആരുടെ കീഴിലായിട്ടും നന്നായി നടന്നില്ല. അല്ല, ഇപ്പൊ പ്രേമേന്ദ്രൻ ഇപ്പൊ 3 ടൈം ആയി. അപ്പൊ മുകേഷ് ഫ്രഷ് ആണ്. അപ്പൊ നമ്മളിപ്പോ എങ്ങനെ വിലയിരുത്തും? അപ്പൊ മുകേഷ് 3-ാം സ്ഥാനത്ത് വന്ന 3 വർഷം അല്ല 3 ടൈം വിലയിരുത്താൻ പറ്റും. ഇപ്പൊ നമുക്ക് കൊല്ലാൻ പറ്റത്തില്ല. അതെ. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ആസാം മൈതാനത്താണ്. ആസാം മൈതാനത്തിൽ മെന്റലിസ്റ്റായ അക്ഷയ് എന്റെ സുഹൃത്ത്, വേറെ മെന്റലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അക്ഷയ് കാര്യങ്ങളൊക്കെ വർഷം കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്തു അല്ലേ? ഈ വർഷത്തിനെ കുറിച്ച് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് ഞാനൊരു സാധനം പ്രെഡിക്റ്റ് ചെയ്തായിരുന്നു. ഒരു പ്രഡിക്ഷൻ ആയിട്ട് ചെയ്യുന്ന സമയത്ത്, അതായത്
നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ ഭാഗ്യക്കുറി ഏതാ? ഏതാ പറ? സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ ഭാഗ്യക്കുറി. ഭാഗ്യക്കുറി പൊതുവെ ഭാഗ്യക്കുറിയുടെ കാര്യത്തിൽ ബമ്പറാണ്, ഓണം ബമ്പറാണ്. അപ്പൊ അത് 2014 ഏത് വ്യക്തി അല്ല ഏത് നമ്പറിനാണ് അടിക്കാൻ പോകുന്നത്, ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ്, ഏത് നമ്പറിനാണ് അടിക്കാൻ പോകുന്നത് മുന്നോട്ട് പ്രെഡിക്റ്റ് ചെയ്യണ്ടായി. പക്ഷെ ആ പ്രെഡിക്റ്റ് ചെയ്തതിന്റെ പേരിൽ 2 ദിവസം അകത്ത് കിടക്കേണ്ടി വന്നു. അത് ലോട്ടറിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നു പറഞ്ഞു. പക്ഷെ നമുക്കൊരു കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാറ് ചെയ്തു. കൊല്ലം ഈസ്റ്റ് സ്റ്റേഷനിലായിരുന്നു എന്നെ പിടിച്ചിട്ട്. വിഷു ബമ്പർ ഏത് നമ്പർ അടിക്കുന്നത് അതിപ്പോ എന്തായാലും പറയാൻ പറ്റത്തില്ല. ചാൻസ് ഒരു ക്യൂരിയോസിറ്റി, ഒരു സസ്പെൻസ് എപ്പോഴും നമുക്ക് വേണ്ട. ഈ മണ്ഡലത്തിൽ ആരായിരിക്കും വിജയ സാധ്യത? അർഹതപ്പെട്ട ഒരു വിജയിക്കട്ടെ. അത് പറയൂല അല്ലേ, അത് പറയുന്നില്ല. എങ്ങനെ ഒരു സംശയം, ഈ ചേച്ചിയുടെ മനസ്സിലിരിക്കുന്നത് പ്രേമേന്ദ്രനാണോ മുകേഷാണോ? പ്രേമേന്ദ്രൻ ആണ്, ഉറപ്പാണ്. അത് നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചോ? ചേച്ചിയുടെയോ? പരിചയമില്ല അല്ലെ, പ്രേമത്തിനാണ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അല്ലേ, എനിക്ക് തോന്നി അല്ലെ പ്രേമത്തിനായിരിക്കും. അന്ന് മുഖഭാവം കണ്ടപ്പോ പ്രേമത്തിനാന്ന് മനസ്സിലായി. നേരത്തെ സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോഴത്തേക്കുള്ള പക്ഷേ പ്രൊഫഷണലായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാറുണ്ടോ പുറത്തു പോയിട്ട്? എന്റെ പ്രൊഫഷൻ പ്രൊഫഷൻ ഇത് തന്നെയാണ് അല്ലേ? ആൾക്കാരുടെ മനസ്സിൽ ഇങ്ങനെ വായിച്ചെടുക്കുക. എന്റെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് പൂർണ്ണമായിട്ട് ഞാൻ ഈ ഫീൽഡിലോട്ട് വന്നത്. ഇതൊരു പ്രത്യേക ടെക്നിക്ക് മാത്രമാണ്, ഇതൊരു മാജിക് പോലൊരു കലയാണ് ബേസിക്കലി മെന്റലിസം എന്ന് പറയുന്നത്. അല്ലാതെ ഇതിനകത്ത് വലിയ അത്ഭുത സിദ്ധിയൊന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആർക്കും ട്രെയിൻ ചെയ്താൽ നടപ്പാവുന്ന ഒരു പരിപാടി മാത്രമാണ് അല്ലേ, മാജിക് പോലെയുള്ളൊരു കല മാത്രമാണ്. ആ കലയെ അങ്ങനെ തന്നെ കാണണം, അല്ലാതെ മുതലെടുക്കാൻ വരുന്ന ചില ഐറ്റങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ അല്ലേ. അപ്പോൾ അതിലൊന്നും വീണു കൊടുക്കരുത്.